49-ാമത്തെ പേജിൽ നമ്മുടെ നാടുകളിൽ പല പുരോഹിതന്മാരും സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു വിഷയത്തെ വളരെ വിശദമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിക്കുന്നു. ഫൈൻ ഖീല, ഏതെങ്കിലും അന്തംകമ്മി ചോദിച്ചാൽ, അലൈസ ഹുവ ഇസ്തിഅമാലു ഖൈരിൻ, ഇങ്ങനെ റജബിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തെ ഉപയോഗപ്പെടുത്തലല്ലേ? അഥവാ നോമ്പനുഷ്ഠിക്കുക എന്നത് വലിയ പുണ്യകർമ്മമായ ആരാധനയാണ്. ആ ആരാധനക്ക് നമ്മൾ റജബിനെ തിരഞ്ഞെടുത്തു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ റജബിൽ നോമ്പനുഷ്ഠിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടും ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ റജബ് മാസത്തിൽ ഒരു പ്രത്യേക നോമ്പനുഷ്ഠിക്കുന്നതിനെ വിമർശിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഖീല ലഹു, അത്തരം അന്തംകമ്മികളോട് മറുപടി പറയപ്പെടേണ്ടത്, ഇസ്തിഅമാലുൽ ഖൈരി, നന്മയെ ഉപയോഗപ്പെടുത്തൽ, യംബഗി അൻ യകൂന മശ്റൂഅൻ മിനർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചായിരിക്കണം നന്മകളെ ഉപയോഗപ്പെടുത്തേണ്ടത്. അഥവാ ഏതെങ്കിലും ഒരു വിഷയം നന്മയാണ് എന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലോ സമയത്തിലോ അതിനെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഉദാഹരണത്തിന് സുജൂദ് വലിയ നന്മയുള്ള കാര്യമാണ്. അഖറബുമായി യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദുൻ, ഒരടിമ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് സുജൂദ് ചെയ്യുക എന്നത്. എന്നുവെച്ച് നമുക്ക് തോന്നുന്നത് പോലെ സുജൂദ് ചെയ്യാനോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ 2 സുജൂദുള്ളതിനെ 3 സുജൂദാക്കാനോ ഒന്നും നമുക്ക് നിർവാഹമില്ലാത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ മാത്രമേ നന്മകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് നിർവാഹമുള്ളൂ. ഫൈദ അലിംന അന്നഹു കദിബുൻ, ഈ റജബിൽ ഒരു നോമ്പനുഷ്ഠിക്കണം എന്ന് പറയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട കള്ള ഹദീസാണെന്ന് നമുക്ക് മനസ്സിലായാൽ ഖറജ മിനൽ മശ്റൂഇയ്യത്തി, അത് നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ ഇനത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ടാക്കുന്ന രൂപത്തിൽ സമൂഹത്തിനിടയിൽ കള്ളപ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ പ്രചാരണത്തിന് ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ നിർവാഹമില്ല എന്നാണ് അബൂ ശാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത്. ഇന്നമാ കാനത്ത് തുഅല്ലിമുഹു മുളറു ഫിൽ ജാഹിലിയ, ഈ റജബ് മാസത്തെ അറേബ്യയിലുണ്ടായിരുന്ന മുളർ ഗോത്രക്കാർ ജാഹിലിയ കാലത്തെ ബഹുമാനിച്ചു പോന്നിരുന്നു. കമാകാല അമീറുൽ മുഅ്മിനീന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചതുപോലെ വദറബ ഐദിയല്ലദീന യസൂമുനഹു, അങ്ങനെ ജാഹിലിയ കാലത്ത് ബഹുമാനിച്ചു പോന്ന ഒരു ബഹുമാനത്തെ ഇസ്ലാമിക ലോകത്തും നിലനിർത്തുക എന്നത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു ഏർപ്പാടായതുകൊണ്ട് വർഷത്തിൽ അള്ളാഹു നോമ്പ് ഹറാമാക്കിയ 5 ദിവസങ്ങളിലൊഴികെ ഏത് ദിവസവും നോമ്പനുഷ്ഠിക്കാൻ മുസ്ലിമിന് അർഹതയുണ്ടെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടാൽ ഉമർ റളിയല്ലാഹു അൻഹു അത്തരം ആളുകളുടെ കൈക്ക് അടിക്കാറുണ്ടായിരുന്നു എന്ന് നേരത്തെ വിവരിക്കപ്പെട്ടതുപോലെ സഹാബത്തുൽ കിറാമും പ്രത്യേകിച്ച് ഖുലഫാഉർ റാഷിദുകൾ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിച്ചിരുന്നു. വകാന ഇബ്നു അബ്ബാസിൻ ഹിബറുൽ ഖുർആനി, ഖുർആനിലെ നിപുണനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു യക്റഹു സിയാമുഹു, ഈ റജബ് മാസത്തിലുള്ള നോമ്പിനെ വെറുക്കാറുണ്ടായിരുന്നു. കാരണം ഒരു ജാഹിലിയ ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കുന്ന ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള ഒരു മുസ്ലിമിനും സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് സഹാബത്തുൽ കിറാം ഇത്തരം വിഷയങ്ങളെ ശക്തമായി വിയോജിച്ചിരുന്നു. വഖാല ഫഖീഹുൽ ഖൈറുവാൻ വ ആലിമു അഹ്ലി സമാനിഹി ബിൽ ഫുറൂഇ അബൂ മുഹമ്മദ് ഇബ്നു അബി സൈദ്, ഖൈറുവാൻ പട്ടണത്തിലെ പണ്ഡിതനായിരുന്ന ആ കാലത്തെ ഏറ്റവും വലിയ ഫുറൂഇയ വിഷയങ്ങളെക്കുറിച്ച് വിവരമുള്ള പണ്ഡിതൻ അബൂ മുഹമ്മദ് ഇബ്നു അബി സൈദ് പറഞ്ഞിട്ടുണ്ട്, വകരിഹ ഇബ്നു അബ്ബാസിൻ സിയാമ റജബിൻ കുല്ലഹു, റജബ് മാസത്തിലുള്ള നോമ്പിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെറുത്തിരുന്നു. ഖീഫത്ത് അൻ യറൽ ജാഹിലു അന്നഹു മുഫ്തറദുൻ, വിവരമില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒരു നിർബന്ധമായ ഒരു കർമ്മമാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ടാകുന്നതിനെ ഭയന്നുകൊണ്ട്. കാരണം ആ നിലക്ക് സമൂഹത്തിലൊരു പ്രചാരണം നേരത്തെ മുളർ ഗോത്രക്കാർ അതിനെ ബഹുമാനിച്ചത് കൊണ്ട് നിലനിന്നിരുന്നു. അതിൻ്റെ കൂടെ നമ്മളും കൂടി ആ നോമ്പനുഷ്ഠിച്ച് മാതൃക കാണിച്ചാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകുന്നതിനെ ഭയന്നതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങൾക്ക് തെറ്റായ ധാരണയുണ്ടാകുന്നതിനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ ഭയപ്പെടേണ്ടതാണ്, പേടിക്കേണ്ടതാണ് എന്ന വിഷയം
പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സാധാരണക്കാരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു.